കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പി.ആർ. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ കോടതി വീണ്ടും തള്ളിയിരിക്കുകയാണ്. കലൂർ PMLA കോടതി ഇത് രണ്ടാം തവണയാണ് ജാമ്യാപേക്ഷ തള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി പറഞ്ഞതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാം തവണ പി.ആർ. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ച വാദങ്ങൾ എല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് പി.ആർ. അരവിന്ദാക്ഷന് കേസിലുള്ള പങ്കാളിത്തമാണ്. എങ്ങനെയാണോ മുഖ്യപ്രതിയായിട്ടുള്ള പി സതീഷ് കുമാറിന് ഈ കേസിലുള്ള പങ്കാളിത്തം, സമാനമായ പങ്കാളിത്തം തന്നെയാണ് പി.ആർ. അരവിന്ദാക്ഷനും കേസിൽ ഉള്ളത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ ഉന്നത രാഷ്ട്രീയ സ്വാധീനങ്ങളുള്ള ആളാണ് പി.ആർ. അരവിന്ദാക്ഷൻ. അരവിന്ദാക്ഷന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. മാത്രമല്ല, കേസ് തന്നെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വാദിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു. മാത്രമല്ല, 50 ലക്ഷം രൂപയാണ് പി.ആർ. അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിൽ കണ്ടെടുത്തത്. ഈ പണം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് തട്ടിപ്പിലൂടെ ലഭിച്ചിട്ടുള്ള പണമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കേസിലെ പ്രധാനപ്പെട്ട പങ്കാളിയായ ആൾക്ക് ജാമ്യം നിഷേധിക്കണം എന്ന കാര്യമായിരുന്നു രണ്ടാം തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചത്. ED ഉയർത്തിയ തെളിവുകളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക PMLA കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല, തന്നെ മാത്രം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 55 പ്രതികളുണ്ട്. 50 വ്യക്തികൾ പ്രതികളാണ്, 5 സ്ഥാപനങ്ങൾ പ്രതികളാണ്. എന്നിട്ടും 4 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജയിലിൽ ാണ് ഈ ഒരു പദ്ധതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേതെന്നും മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുമുള്ള വാദങ്ങളായിരുന്നു പ്രധാനമായും പി.ആർ. അരവിന്ദാക്ഷൻ ഉയർത്തിയത്. എന്നാൽ ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. രോഹിണി, ജിജീഷ്, അത് മാത്രമല്ല, രണ്ടാമതും ഹർജി തള്ളിയതിലൂടെ വ്യക്തമാകുന്നത് പി.ആർ. അരവിന്ദാക്ഷന്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പങ്ക് തന്നെയാണ്. കാരണം ED പ്രത്യേകം പറയുകയുണ്ടായിട്ടുണ്ട്, ഈ ജാമ്യാപേക്ഷ പരിഗണന വേളയിൽ പി.ആർ. അരവിന്ദാക്ഷന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പലതരത്തിലും സ്വാധീനിക്കാൻ ശക്തിയുള്ളയാളാണ് അരവിന്ദാക്ഷൻ. അതുകൊണ്ട് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിലൂടെ പി.ആർ. അരവിന്ദാക്ഷന്റെ കുരുക്ക് മുറുകയാണ്. അതോടൊപ്പം CPM-ന്റെയും. രോഹിണി പറഞ്ഞതുപോലെ തന്നെ, അതായത് കൃത്യമായി തന്നെ പി.ആർ. അരവിന്ദാക്ഷന്റെ ജാമ്യം നിഷേധിക്കുമ്പോൾ കോടതിക്ക് മുന്നിലുള്ള തെളിവുകൾ അത് ഏറ്റവും സുപ്രധാനമാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, AC മൊയ്തീനെയും EP ജയരാജനെയും അടക്കമുള്ള നേതാക്കളിലേക്ക് പി സതീഷ് കുമാർ എന്ന മുഖ്യ ആസൂത്രകനെ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകനെ എത്തിച്ചത് പോലും പി.ആർ. അരവിന്ദാക്ഷനാണ്. മാത്രമല്ല, നഗരസഭ അംഗമായിരിക്കുമ്പോഴാണ്, കൗൺസിലറായിരിക്കുമ്പോഴാണ്, വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ ആയിരിക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ പി.ആർ. അരവിന്ദാക്ഷൻ നടത്തിയിട്ടുള്ളത്. പി.ആർ. അരവിന്ദാക്ഷൻ പറയുന്നത് പോലെ താൻ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് നടത്തി ലഭിച്ച ലാഭത്തിന്റെ പങ്ക് അല്ല ഈ ബാങ്ക് അക്കൗണ്ടിൽ എന്ന് ED കൃത്യമായി തന്നെ വാദിക്കുകയും ചെയ്തു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് നടത്തി ഉണ്ടാക്കിയ ലാഭമാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്ന തെളിവുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പകരം അത്തരം ഉയർത്തിയ വാദങ്ങൾ തെളിയിക്കാൻ പി.ആർ. അരവിന്ദാക്ഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഈ തന്റെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലർക്കും അനധികൃതമായി ലോണുകൾ നൽകുന്നതിലടക്കം പി.ആർ. അരവിന്ദാക്ഷന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പണത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്? 50 ലക്ഷം രൂപ ലഭിച്ചത് തട്ടിപ്പിലൂടെ ലഭിച്ച പണമാണ് എന്ന് ED വാദിക്കുമ്പോൾ അതല്ല എന്ന് പറയുന്ന പി.ആർ. അരവിന്ദാക്ഷന് അതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ രാഷ്ട്രീയ സ്വാധീനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പി സതീഷ് കുമാറിന്റെ ഏറ്റവും അടുപ്പക്കാരനായി നിന്നുകൊണ്ട് അതിൽ നിന്നെല്ലാം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പി.ആർ. അരവിന്ദാക്ഷൻ എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചു. മാത്രമല്ല, ഒരിക്കൽ പോലും അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു സമീപനമായിരുന്നില്ല. ജാമ്യം നിഷേധിക്കുന്നതിനെതിരെ പി.ആർ. അരവിന്ദാക്ഷന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് പ്രധാനമായും ED പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 55 പേരെ പ്രതികളാകുമ്പോഴും അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാത്തത് അവരെല്ലാം ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട്. എന്നാൽ പി.ആർ. അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. 8 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഈ 8 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴും ഒരു തവണ പോലും അന്വേഷണത്തോട് സഹകരിക്കുന്ന സമീപനം പി.ആർ. അരവിന്ദാക്ഷൻ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരാളെ പുറത്തു നിർത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് പ്രധാന തെളിവുകൾ ലഭിക്കുന്നത് എന്ന കാര്യം കൂടി ED കോടതിയിൽ വാദിച്ചിരുന്നു. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.